മുഹറം 1 രാവിലോ പകലിലോ അറബിയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 113 പ്രാവശ്യം എഴുതി അത് സൂക്ഷിച്ചാൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അള്ളാഹു പവിത്രമാക്കിയ മാസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മുഹറം എന്നത് ഷഹ്റുല്ലാഹ് എന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇത്തരം അള്ളാഹു പവിത്രമാക്കിയതോ അല്ലെങ്കിൽ പ്രത്യേകത കൽപ്പിച്ചതോ ആയ ചില ദിവസങ്ങൾക്കും മാസങ്ങൾക്കും നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ അവരുടേതായ പ്രവർത്തനങ്ങളും കടത്തിക്കൂട്ടലുകളും പുത്തൻ വാദങ്ങളും സമൂഹത്തിൽ അഴിച്ചുവിടാറുണ്ട്. മുഹറം മാസത്തിൽ അതിൻ്റെ ആദ്യത്തെ ദിവസം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആളുകളെ വഞ്ചിക്കാൻ പറ്റിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗം നമുക്കൊന്ന് കേൾക്കാം. ഇന്ന് രാത്രിയും നാളെ പകലിലും മാത്രം കിട്ടുന്ന ഒരു വലിയ സൗഭാഗ്യം പറഞ്ഞു തരട്ടെ. അപ്പോൾ മുഹറം 1 രാവിലും പകലിലും മാത്രം കിട്ടുന്ന പ്രത്യേകത എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്, ആ രാത്രിയിലുള്ള പ്രത്യേകതയിൽ ആ പ്രത്യേകത ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് അദ്ദേഹം അടുത്ത് പറയുന്നത്. കേൾക്കാം. മുഹറം 1 രാവിലോ പകലിലോ അറബിയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അറബിയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതിൻ്റെ എഴുത്തിൻ്റെ രൂപമൊക്കെ പിന്നീട് വരുന്നുണ്ട്, കാണിക്കാം. അങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതണം. എത്ര പ്രാവശ്യം എഴുതണം അദ്ദേഹം പറയട്ടെ. 113 പ്രാവശ്യം എഴുതി അത് സൂക്ഷിച്ചാൽ. അപ്പോൾ 113 പ്രാവശ്യം എഴുതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 113 പ്രാവശ്യം എഴുതണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അങ്ങനെ എഴുതിയാൽ ഉള്ള ശ്രേഷ്ഠത എന്താണ്, അതുകൂടി അദ്ദേഹം പറയട്ടെ. അവനോ കുടുംബത്തിനോ ജീവിതകാലത്ത് ബുദ്ധിമുട്ടുകൾ വരികയില്ല എന്ന് കിതാബുകളിലൊക്കെ കാണാം. അപ്പോൾ പ്രതിഫലം പറയുന്നിടത്ത് അദ്ദേഹം പറയുന്നത് അവനോ കുടുംബത്തിനോ, ശ്രദ്ധിക്കുക, അവനോ കുടുംബത്തിനോ പിന്നെ ജീവിതകാലത്ത് എവിടെയും പ്രതിസന്ധി പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇനി ചെയ്യേണ്ട രൂപവും അതിൻ്റെ ഉണ്ടാകേണ്ട നമ്മുടെ വിശ്വാസവും എന്തൊക്കെയാണെന്നുള്ളത് കൂടി പറയുന്നുണ്ട്, അതുകൂടി കേൾക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വെള്ളക്കടലാസിൽ ബിസ്മി ചൊല്ലിക്കൊണ്ട് ഈ കാണുന്ന പോലെ ഫത്തുഹും കസറൊന്നും ഇടാതെ ഓരോ അക്ഷരങ്ങളായിട്ട് എഴുതുക. അപ്പോൾ എഴുതേണ്ട രൂപം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ബിസ്മില്ല എന്നത് വെള്ളക്കടലാസിൽ ഓരോ അക്ഷരവും ചേർത്ത് എഴുതാതെ സെപ്പറേറ്റ് ആയിട്ട് എഴുതണം. എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ഫത്തുഹും കസറും ഒന്നും ഇടാൻ പാടില്ല. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അതുകൂടി കേൾക്കാം. മൊത്തം 113 പ്രാവശ്യം എഴുതണം. എഴുതിയ ശേഷം അത് മടക്കി പേഴ്സിലോ മറ്റോ സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ എഴുതിയതിന് ശേഷം മടക്കി പേഴ്സിൽ സൂക്ഷിക്കണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സുരക്ഷിതമായ സ്ഥലത്ത് സൂക്ഷിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി എങ്ങനെ സൂക്ഷിക്കണം, വെക്കുന്ന സമയത്തൊക്കെ എന്താണ് മനസ്സിലുണ്ടാകേണ്ടതെന്ന് കൂടി പറയുന്നുണ്ട്, കേൾക്കാം. വിശ്വാസത്തോടു കൂടെ ഇങ്ങനെ ചെയ്താൽ തീർച്ചയായും അതിന്റെ ഫലം കാണും. ധാരാളം ആരിഫീങ്ങളും ഔലിയാക്കളും പറഞ്ഞ ഒന്നാണിത്. കേട്ടല്ലോ, വിശ്വാസത്തോടു കൂടിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ വിശ്വാസമുണ്ട്, കർമ്മമുണ്ട്. ആ കർമ്മം ചെയ്യുന്നതിലൂടെയുള്ള ഒരു പ്രതിഫലം കാംക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത് 3 കാര്യങ്ങളും അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ സാബി എന്ന സഹോദരനോട് ചോദിക്കാനുള്ളത്, ഇത് ഹദീസിലോ ഖുർആനിലോ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ്. നിങ്ങൾ ആ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് ആരിഫീങ്ങളും ഔലിയാക്കന്മാരും ഒക്കെ ചെയ്തു പോകുന്നതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില ആളുകൾ നിങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ ഖുർആനിലോ ഹദീസിലോ ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് മറുപടിയായിക്കൊണ്ട് ന്യായീകരണങ്ങളായിക്കൊണ്ട് പല അനുഭവ സമ്പത്തുമുണ്ട് എന്ന് മാത്രം പറഞ്ഞ് അതിന് മറുപടി പറയുമ്പോൾ, സഹോദര, ദീനുൽ ഇസ്ലാം എന്നത് പൂർത്തീകരിക്കപ്പെട്ട മതമല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഉതകുന്നതും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിപ്പിച്ചു തന്നിട്ടല്ലേ നമ്മുടെ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്? ഈ ദീനുൽ ഇസ്ലാമിൽ എന്തെങ്കിലും കൂട്ടാനുണ്ടോ? ഏതെങ്കിലും ഒരു നന്മ പ്രവാചകൻ പഠിപ്പിക്കാതെയാണോ പോയിട്ടുള്ളത്? അങ്ങനെ നിങ്ങൾക്ക് വാദമുണ്ടോ? ഇത്രയും വലിയ പ്രതിഫലം ലഭിക്കുന്ന, സംരക്ഷണം ലഭിക്കുന്ന, അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞത്? അവനോ അവൻ്റെ കുടുംബത്തിനോ, ഈ കുടുംബത്തിന് സംരക്ഷണം ലഭിക്കുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല. അവന് സംരക്ഷണം ലഭിക്കുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല. മാത്രമല്ല, പല പ്രാർത്ഥനകളും പഠിപ്പിക്കപ്പെട്ടപ്പോൾ രാവിലെ ചൊല്ലിയ പ്രാർത്ഥന വൈകുന്നേരം വരെയും, വൈകുന്നേരം ചൊല്ലിയ പ്രാർത്ഥന രാവിലെ വരെയും എന്നത് മാത്രമാണ് പലപ്പോഴും പ്രതിഫലമായി കൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ ഇദ്ദേഹം മുഹറം മാസത്തിൻ്റെ രാവിലോ പകലിലോ, അതിൻ്റെ 1ാമത്തെ ദിവസത്തിൽ രാവിലോ പകലിലോ ചെയ്യുന്നതിന് ആയുഷ്കാലം മുഴുവനുള്ള ഗ്യാരണ്ടിയാണ് അദ്ദേഹം നൽകുന്നത്. അതുകൊണ്ട് ഇത് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കാത്തതാണ് എന്ന വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ സഹോദരങ്ങളെ, വിശ്വാസികളെ, നിങ്ങൾ ഇതിൽ പെട്ടുപോകരുത്
ഇത് പരമാവധി ഷെയർ ചെയ്യാതിരിക്കുക. ഇവരുടെ ഇത്തരത്തിലുള്ള പുത്തൻ ആശയങ്ങൾ നിറച്ച് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോകൾ ഷെയർ ചെയ്യാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായും വിശ്വാസികളെന്ന നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം ആളുകളെ അവഗണിക്കുകയും അവരുടെ വീഡിയോകൾ കാണാതിരിക്കുകയുമാണ് ചെയ്യേണ്ടത്. അതോടൊപ്പം സാബിയോട് പറയാനുള്ളത്, നിങ്ങൾക്ക് അനുയോജ്യമായ രൂപത്തിൽ നിങ്ങളുടെ പ്രൊഫഷൻ ഉയർത്താൻ വേണ്ടി പരിശ്രമിക്കുക. അതല്ലാതെ ദീനുൽ ഇസ്ലാമിൻ്റെ അടിത്തറ പോലും ഇളക്കിക്കളയുന്ന രൂപത്തിലുള്ള നിങ്ങളുടെ പുത്തൻ വാദങ്ങളും പുത്തൻ ആശയങ്ങളും സമൂഹ മധ്യത്തിലേക്ക് ഇറക്കി വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വലിച്ചെടുക്കുന്ന പൈശാചിക പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തരുത് എന്നു മാത്രമാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.